ഈ SDP കേന്ദ്രങ്ങളിൽ റെയ്ഡ് തുടരുകയാണ്. ഇന്ന് കോട്ടയത്തും അതോടൊപ്പം തന്നെ പാലക്കാടുമാണ് EDയുടെ റെയ്ഡ് നടക്കുന്നത്. അങ്ങനെ SDP-യെ തുടച്ചു നീക്കാനാണോ EDയുടെ തീരുമാനം? അങ്ങനെ തുടച്ചു നീക്കാനൊന്നുമല്ല. MK ഫൈസിയെ അറസ്റ്റ് ചെയ്തു വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ, കള്ളപ്പണം വെളുപ്പിക്കലിൻ്റെ അടിസ്ഥാനത്തിൽ തെളിവുകളുണ്ട്. അപ്പോൾ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. തെളിവുകളല്ലെങ്കിൽ കോടതി അദ്ദേഹത്തിനെ വെറുതെ വിടാൻ പറയുമായിരുന്നു. അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. അല്ല, SDP-യെ അറസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ NIA ഒറ്റയ്ക്ക് ചെയ്യുന്ന പരിപാടിയല്ല, കോടതിയും കൂടെ ചേർന്നിട്ടാണ്. കോടതി അത് നിയമത്തിന് നിരക്കുന്നതായതുകൊണ്ട് തന്നെയാണ് അതിന് അനുവദിച്ചത്. വ്യക്തമായ തെളിവുകളും കൊടുത്തില്ലെങ്കിൽ ഒരാളിനെ നിരപരാധിയെ അവിടെ പീഡിപ്പിക്കുകയാണെന്ന് പറഞ്ഞ് കോടതി തന്നെ വിട്ടേനും. അങ്ങനെ കേസുകൾ ധാരാളമുണ്ടല്ലോ. അങ്ങനെയല്ലേ മാധ്യമപ്രവർത്തകൻ ഒരാൾ അവിടെ ഉത്തർപ്രദേശിൽ പോയ ആളിനെ വിമോചിപ്പിക്കാൻ വേണ്ടി പറഞ്ഞത്. ആ പത്രത്തിനെതിരെ നടപടി അതും തടഞ്ഞല്ലോ. അപ്പോൾ അങ്ങനെയൊന്നുമല്ല. ഇത് വ്യക്തമായ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ, സോളിഡായിട്ടുള്ള മൂർത്തമായിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ. അപ്പോൾ അദ്ദേഹത്തെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഡൽഹിയിൽ. അപ്പോൾ ചോദ്യം ചെയ്യുമ്പോൾ പല രഹസ്യങ്ങളും പുറത്തു വരും. ആ പുറത്തു വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ, ആ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ, അദ്ദേഹം നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നടക്കുന്ന നടപടികളാണിത്. ഇതിനെ തുടർന്ന് മലപ്പുറത്ത് വന്ന് അന്വേഷണം നടത്തിയിരുന്നു. മലപ്പുറവും തിരുവനന്തപുരം ഉണ്ടായിരുന്നു. NIA-ക്കാരെ ഭീഷണിപ്പെടുത്തി. അവരെന്നിട്ട് സായുധ സേനയുടെ സഹായത്തോടു കൂടിയാണ് അവിടുന്ന് രക്ഷപ്പെട്ട് പോയത്. അപ്പോൾ നീ ഇങ്ങോട്ട് വന്നാൽ കാണിച്ചു തരാം എന്നുള്ളതാണ് മനോഭാവം. ഇപ്പോൾ അതിനെ തുടർന്നിപ്പോൾ കോട്ടയത്തുള്ള വാഴൂർ എന്ന് പറയുന്ന സ്ഥലത്ത് നിഷാദ് വടക്കേമുറി എന്നുള്ള നേതാവിനെ ചോദ്യം ചെയ്തിരിക്കുന്നു നേരിട്ട് വന്നിട്ട്. കാരണം അവരുടെയിലൊക്കെ ഒരുപാട് തെളിവുണ്ടെന്ന് ആ ഫൈസി പറഞ്ഞു കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അല്ലാതെ ഇവർ നേരിട്ട് കണ്ടുപിടിച്ച തെളിവുകളല്ല. അതുപോലെ തന്നെ പാലക്കാട് ഇതിൻ്റെ ഒരു കേന്ദ്രമാണ്. ഒറ്റപ്പാലം എന്ന് പറയുന്നത് മര്യാദയ്ക്കുള്ള ആൾക്കാർ താമസിക്കുന്ന സ്ഥലമാണ്. അതിനിടയ്ക്കൊക്കെ ഇവർ നുഴഞ്ഞു കയറിയിരിക്കുന്നു കള്ളത്തരങ്ങളുമായിട്ട്. PF-ൽ നിന്ന് ഫണ്ട് സ്വീകരിക്കുകയോ PF-വുമായിട്ട് ചേർന്നുകൊണ്ട് കുടില തന്ത്രങ്ങൾ ആവിഷ്കരിക്കുകയോ ചെയ്തിട്ടുണ്ട്. കേരളത്തെ ഒരു ഇസ്ലാമികവൽക്കരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ആസൂത്രണത്തിൽ ഈ കൊലപാതകം ഉൾപ്പെടെ, കള്ളപ്പണം ഉൾപ്പെടെ, മയക്കുമരുന്ന് ഉൾപ്പെടെ ഉള്ള സാധനങ്ങളെല്ലാം ഉൾക്കൊള്ളും. എല്ലാ തരത്തിലുള്ള നിഷേധ രാഷ്ട്രീയത്തിൻ്റെയും തമസിൻ്റെ ശക്തികളുടെ ഒരു വിളയാട്ടമായിട്ട് പാർട്ടികൾ ദേശീയതയ്ക്കെതിരായിട്ട് തിരിയും, അങ്ങനെ തകർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെയുള്ള തെളിവുകൾ ധാരാളമായിട്ട് ഈ ചോദ്യം ചെയ്യലിൽ ലഭിച്ചു കാണും. അതിൻ്റെ അടിസ്ഥാനത്തിൽ നടപടികളുണ്ടാവും. അങ്ങനെ എന്തെങ്കിലും ഒരു എവിഡൻസ് ഇല്ലാതെ വന്ന് അന്വേഷിച്ചിട്ട് തിരിച്ച് ഇളിഭ്യരായിട്ട് പോകുന്ന സംഘമല്ല NIA. സോളിഡായിട്ടുള്ള എവിഡൻസ് പല നാളുകളിലിരുന്ന് നിരീക്ഷിച്ചും അതിന് വളരെ ശാസ്ത്രീയമായിട്ട് വിശകലനം ചെയ്തു. ഇപ്പോൾ നോക്കൂ, ഇപ്പോൾ നിഷാദ് വടക്കേമുറി സകല റെക്കോർഡുകളും അവരുടെ കൈ കാണും. അദ്ദേഹം സ്കൂളിൽ പഠിച്ച കാലം മുതൽ ചെയ്ത പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ സകല റെക്കോർഡുകളും വെച്ചുകൊണ്ടായി അന്വേഷണം. അപ്പോൾ അതിൻ്റെയൊക്കെ ചോദ്യങ്ങൾക്ക് ഉത്തരം അദ്ദേഹം പറയുമ്പോൾ അതങ്ങനെയല്ല എന്ന് നിഷേധിച്ചു കഴിഞ്ഞാൽ അവരെ കയ്യിലിരിക്കുന്ന തെളിവിൻ്റെ കോപ്പി എടുത്ത് കാണിക്കും. ഇങ്ങനെയാണ് കേരളത്തിൽ ഇത്തരം പ്രസ്ഥാനങ്ങളുടെ എല്ലാം വേരുകൾ അങ്ങ് അടിത്തട്ടിലുണ്ടല്ലേ. പിന്നെ സംശയം എന്താ? നമ്മൾ അതിന് വളമിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് വളരുക തന്നെ ചെയ്യുന്ന ഒരു പ്രസ്ഥാനമാണ്. അങ്ങനെയുള്ള പ്രസ്ഥാനങ്ങളാണ്. അപ്പോൾ ജനാധിപത്യ രാജ്യം എന്നൊക്കെ പറയുമ്പോൾ അതിന് ഒരുപാട് സ്വാതന്ത്ര്യം കിട്ടും. ഇപ്പോൾ മറിച്ച് UAE പോലുള്ള രാഷ്ട്രങ്ങളിൽ അത് സാധ്യമല്ല. അവിടെ കടുത്ത നടപടികൾ അപ്പം തന്നെ ഉണ്ടാവും. പാകിസ്ഥാൻകാരവിടെ ഇസ്രായേലിനെതിരെ മുദ്രാവാക്യം വിളിച്ച് പാകിസ്ഥാൻകാരെ മുഴുവൻ പറഞ്ഞു വിട്ടു. അങ്ങനെയാണ്. ഇവിടെ വന്നാൽ വലിയ ബഹളമായിരിക്കും. പത്രങ്ങളിലെല്ലാം എഡിറ്റോറിയൽ അതിനെതിരെ എഴുതും. തെരുവോരങ്ങളിൽ ഇങ്ങനെ പ്രകടനം നടത്തും, മെഴുകുതിരി പ്രകടനം നടത്തും. അങ്ങനെ ധാരാളം നടപടികളുണ്ടാവും. അവിടെ അങ്ങനെയല്ല. രാജ്യ താല്പര്യം മാത്രമേ ഉള്ളൂ. വേറെ സങ്കുചിത താല്പര്യങ്ങൾ ഒന്നും അവർക്കില്ല. നമ്മുടെ രാജ്യം അങ്ങനെയല്ല. വിശാലമായ ബഹുസ്വര സമൂഹമല്ലേ, മതേതര സമൂഹമല്ലേ. അതുകൊണ്ട് അങ്ങനെയൊക്കെ നടപടിയെടുക്കാൻ കാലതാമസം വരും. പക്ഷേ NIA എന്ന് പറയുന്നത് ഫലപ്രദമായിട്ട് ഈ അന്വേഷണങ്ങളൊക്കെ നടത്തി പൂട്ടാനുള്ളവരെയൊക്കെ പൂട്ടുന്ന നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു അന്തിമ ഫലമെന്ന് പറഞ്ഞാൽ ഈ തെളിവുകളെല്ലാം കൂടെ വെച്ച് കഴിയുമ്പോൾ ഇങ്ങനെയൊരു പാർട്ടി കയറൂരി വിടേണ്ട പാർട്ടിയല്ല എന്നുള്ള ഒരു നിഗമനത്തിലേക്കും തെളിവുകളിലേക്കും കുറ്റപത്രത്തിലേക്കും ആയിരിക്കും അവസാനം NIA തന്നെ എത്തിപ്പെടുക. അത് NIA കോടതിയിൽ വിചാരണയ്ക്ക് വരും. കാലതാമസം എടുക്കും. ഇത് വിചാരണയ്ക്ക് വന്നു കഴിഞ്ഞാൽ അവസാനം ഈ
SDP എന്ന് പറയുന്ന പാർട്ടി ദേശീയ താല്പര്യങ്ങൾക്ക് ഹാനികരമാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ അത് അവർ കൊടുത്തിരിക്കുന്ന രജിസ്ട്രേഷൻ ഉണ്ടല്ലോ, ദേശീയ പാർട്ടി എന്നുള്ള രജിസ്ട്രേഷൻ, ഇലക്ഷൻ കമ്മീഷൻ കൊടുത്തിരിക്കുന്ന അംഗീകാരത്തിന് വേണ്ടിയിട്ട് അവർ സമർപ്പിച്ചിരിക്കുന്ന ചില സത്യവാങ്മൂലങ്ങളുണ്ട്, സ്റ്റേറ്റ്മെൻറ്റ്സ്, പ്രസ്താവന. ആ പ്രസ്താവനകൾക്ക് ഘടകവിരുദ്ധം ആണ്. അതുകൊണ്ട് ആ പാർട്ടിക്ക് ഇവിടെ ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന പാർട്ടിയായിട്ട് നിലനിൽക്കാനുള്ള അവകാശം റദ്ദ് ചെയ്യുന്നു എന്നുള്ള നടപടിയിലേക്ക് കോടതിക്ക് കടക്കാൻ പറ്റും. അതിനൊക്കെ എവിഡൻസ് കളക്ട് ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് ഇപ്പോൾ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയുടെ പല ഭാഗങ്ങളിലായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പാർട്ടിയുടെ SDP സഹായം രണ്ട് പാർട്ടികളും നേടുന്നുണ്ടല്ലോ. അത് പാലക്കാട് കണ്ടിട്ടുണ്ട്, നേമത്ത് കണ്ടിട്ടുണ്ട്, അങ്ങനെ UDF മാത്രമല്ല LDFും ഉണ്ട്. അങ്ങനെയെല്ലാം ഈ പാർട്ടികൾ ഈ SDP പോപ്പുലർ ഫണ്ടിൻ്റെയും സഹായം വാങ്ങുന്നത് കൊണ്ടാണോ ഇവർക്കൊന്ന് പൊതുസമൂഹത്തിൽ വന്ന് ഈ SDP എതിർക്കാനൊരു മടി? ഇതിൻ്റെയൊക്കെ തീരുമാനം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയാണ്, സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ അല്ല. സഹായം പലരും സ്വീകരിച്ചിട്ടുണ്ടെന്നുള്ളത് സത്യമാണ്. അപ്പോൾ ആ പാർട്ടികൾ വിചാരിച്ചത് കോൺഗ്രസിൻ്റെ ഭരണകാലത്ത് ഇവരെല്ലാം കയർ ഉരുവിട്ടിരിക്കുകയാണ്. ലൈസൻസ് രാജ് ഉണ്ടെങ്കിലും ഇതുപോലുള്ള ദേശവിരുദ്ധ കക്ഷികൾക്ക് ലൈസൻസ് രാജൊന്നുമില്ല, ഒരു ലൈസൻസും ഇല്ല, കയർ ഉരുവിട്ടിരിക്കുകയാണ്. അതിപ്പോഴൊന്ന് മാറി. അപ്പോൾ കോൺഗ്രസിൻ്റെ കാലത്തെ പോലെ അങ്ങ് കഴിഞ്ഞുകൊള്ളാം, ഈ ശീതള ഛായയിൽ ഇങ്ങനെ കഴിഞ്ഞുകൊള്ളാം എന്നാണ് SDP ലാക്കാക്കിയിരുന്നത്. അതിപ്പോൾ തിരുത്തപ്പെട്ടിരിക്കുന്നു. അങ്ങനെയുള്ള പ്രീണനമൊന്നുമില്ല, തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ ശിക്ഷിക്കപ്പെടുക എന്നുള്ളതാണ്. പ്രീതിയോ ഭീതിയോ കൂടാതെ തന്നെ നടപടികളിലേക്ക് പോവുക. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് അവരുടെ ആ ഒരു നെഫേരിയസ് ആക്ടിവിറ്റീസിനുള്ള ആ സ്പേസ് നഷ്ടപ്പെട്ടിരിക്കുന്നു. അതാണിപ്പോൾ കാണുന്നത്. ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇനിയിപ്പോൾ വേണ്ടത് സോളിഡായിട്ടുള്ള എവിഡൻസ്, മൂർത്തമായിട്ടുള്ള തെളിവുകൾ, അതുകൂടി ഇവർ ശേഖരിച്ച് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഈ അവസാനിക്കും എന്നുള്ളത് തന്നെയാണ്. PFൻ്റെ അവസ്ഥ തന്നെ SDPIക്കും വരും. വാസ്തവത്തിൽ രണ്ടും ഒന്ന് തന്നെയാണ്, രണ്ട് പേരുകളിൽ അറിയപ്പെടുന്ന. ഒന്ന് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ലെന്നുള്ളത് മാത്രമേ വ്യത്യാസം ഉണ്ടായിരുന്നുള്ളൂ. അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന മാധ്യമങ്ങൾ ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്. അവർ നിലവിളികളും ഒക്കെ ഉയർത്താൻ സാധ്യതയുണ്ട്. പക്ഷേ അതുകൊണ്ടൊന്നും പേടിച്ച് പിന്മാറുന്ന ഒരു ഗവൺമെൻറ് അല്ല തൽക്കാലം ഇപ്പോൾ ഇന്ത്യ ഭരിക്കുന്നത്. പ്രീണനം അവർക്ക് ആവശ്യമില്ല, പ്രീണനത്തിനെതിരാണ്. എന്തു വന്നാലും പ്രീണനത്തിന് പോവില്ല. ആരെയും പ്രീതിപ്പെടുത്തേണ്ട ആവശ്യം അവർക്കില്ല. രാജ്യ താല്പര്യത്തിനനുസരിച്ചുള്ള ഉറച്ച നിലപാടുകൾ തന്നെ എടുക്കും. അതിൻ്റെ ഭാഗമാണ് ഈ അന്വേഷണങ്ങൾ. എന്തായാലും വരുന്ന നാളുകളിൽ ഇത് തുടരും. ഈ ഇത്തരം ശക്തമായ നടപടി കൊണ്ട് ഒരു ഇസ്ലാമിക ഭീകരതയും ഇസ്ലാമിക ഭീകരവാദം വളർത്താനാണല്ലോ ഇവരുടെ ശ്രമം. ഇസ്ലാമിക രാജ്യമാക്കുക കേരളം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളെ എന്ന അവരുടെ സ്വാധീനം വർദ്ധിപ്പിക്കുകയാണ് SDP അടക്കമുള്ള സംഘടനകളുടെ ലക്ഷ്യം. അതിന് പൂർണ്ണമായി തടയിടുവാൻ കേന്ദ്ര സർക്കാരിന് EDക്കും NIക്കും എല്ലാം സാധിക്കുമോ? പൂർണ്ണമായിട്ട് തടയിടാൻ ഒരു ആൾക്കും സാധിക്കുകയില്ല. കാരണം അതിൻ്റെ ഒരു സാന്നിധ്യം എന്ന് പറയുന്നത് ഒരു റിയാലിറ്റിയാണ്. നമ്മളത് ഫേസ് ചെയ്തേ പറ്റൂ. അവർക്ക് സ്ലീപ്പിംഗ് സെല്ലുകളുണ്ടാവും. ഇപ്പോൾ ഈ PF എന്ന് പറഞ്ഞാൽ PFലെ ആളുകൾ മുഴുവൻ ഇന്ത്യയിൽ നിന്ന് പോയിട്ടില്ല, ഇവിടെ തന്നെ ഉണ്ടല്ലോ. അവരുടെ നെഫേരിയസ് ആക്ടിവിറ്റീസ്, കുൽസിത പ്രവർത്തനങ്ങൾ പലതരത്തിൽ തുടരുക തന്നെ ചെയ്യും. മറ്റ് പാർട്ടികളിൽ ഇരുന്നു കൊണ്ട് ചെയ്യും, മറ്റ് പാർട്ടികളിൽ ഇരിക്കാതെ ചെയ്യും. ഏതെല്ലാം തരത്തിൽ ഈ കേന്ദ്ര ഗവൺമെൻറ്റിനെ തുടച്ചു മാറ്റാം. അവർക്കുള്ള വലിയ ഭീഷണി അതാണ്. അതിനുവേണ്ടി എങ്ങനെ മുസ്ലിങ്ങളെ സംഘടിപ്പിക്കാം എന്നുള്ളത് അവർ ആ തരത്തിലുള്ള അണ്ടർഗ്രൗണ്ട് പരിപാടികളിൽ ഏർപ്പെടും. നമ്മളെല്ലാം ഒന്നും അറിഞ്ഞൊന്നും വരില്ല. പക്ഷേ അതിനെന്തെങ്കിലും ഒരു തെളിവ് കിട്ടിക്കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും NIA ശ്രദ്ധിക്കും. അതിൻ്റെ അടിവേരുകളിലേക്ക് തന്നെ അവർ പോവുകയും ചെയ്യും. അങ്ങനെ ഒരു സംവിധാനം ഉള്ളതുകൊണ്ട് സദാ ജാഗരൂകമായിട്ടുള്ള രണ്ട് കണ്ണുകൾ ഇത്തരം നടപടികൾക്ക് മേൽ എപ്പോഴും ഉണ്ടായിരിക്കും എന്നുള്ളത് മാത്രമാണ്. ഇപ്പോൾ ഈ AI ക്യാമറകൾ സ്ഥാപിച്ചുകൊണ്ട് അപകടങ്ങളില്ലാതാവുന്നില്ല. പക്ഷേ അപകടങ്ങൾ എങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ളത് ജാഗരൂകമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത്. അതുപോലെ തന്നെ ഒരു ഭീകരപ്രവർത്തനത്തിന് മേൽ ഒരു കണ്ണ് എപ്പോഴും ഉണ്ട്. ഇപ്പോൾ പണ്ടതില്ലായിരുന്നു. ഇത് മാത്രമേ ഉള്ളൂ വ്യത്യാസം.